നാളത്തെ പണിമുടക്കിന് കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തുമെന്നത് മന്ത്രിയുടെ ആഗ്രഹം മാത്രമാണെന്ന് സിഐടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം. മന്ത്രിക്ക് നോട്ടീസ് ലഭിച്ചില്ലെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിക്കല്ല പണിമുടക്കുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കുന്നതെന്നും എളമരം കരീം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണ്. അദ്ദേഹം കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞു. എനിക്ക് പണിമുടക്ക് നോട്ടീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. മന്ത്രിക്കല്ല പണിമുടക്ക് നോട്ടീസ് കൊടുക്കുക, മാനേജ്മെന്റിനാണ്. കെഎസ്ആർടിസിയിൽ അസംതൃപ്തിക്കെതിരായിട്ടല്ല പണിമുടക്ക്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങൾ മുഴുവൻ വികലമാക്കുകയും ലേബർ കോഡുകൾ കൊണ്ടുവന്ന് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുകയും ചെയ്ത നടപടികളും പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ഇത്തരം കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ പണിമുടക്ക്. അതേസമയം പണിമുടക്കിൽ കെഎസ്ആർടിസി ഭാഗമാകില്ലെന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ അവകാശവാദം. സർവീസ് നടത്തൂല. കെഎസ്ആർടിസി തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് തന്നിട്ടില്ല. കെഎസ്ആർടിസി ജീവനക്കാരെ സമര നോട്ടീസൊന്നുമില്ല. കെഎസ്ആർടിസി ജീവനക്കാരിപ്പം സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. കാരണം ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കെഎസ്ആർടിസിക്കുള്ളത്. വിവരങ്ങൾ രാഹുൽ ജിനാഥ് നൽകും. രാഹുൽ, മന്ത്രിയെ തള്ളി യൂണിയനുകളും LDF കൺവീനറും ഒക്കെ രംഗത്ത് വരുന്നു. ഇപ്പോൾ ഈ ഒരു ദേശീയ പണിമുടക്കിനെ ചൊല്ലി നേതാക്കൾക്കിടയിൽ വലിയ ഭിന്നത രൂപപ്പെടുകയാണോ? അങ്ങനെ തന്നെയാണ് എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ഈ വിഷയത്തെ ഒരു വകുപ്പിലേക്ക് ചുരുക്കി കാണരുത് എന്നുള്ളതാണ് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറയുന്നത്. പക്ഷേ മന്ത്രിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ആ വകുപ്പിലെ കാര്യം ഒരു ദിവസം പോലും സമരം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം എല്ലാ പത്രസമ്മേളനങ്ങളും ഓരോ ദിവസത്തെ കണക്ക് വെച്ചാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയാറുള്ളത്. അവർക്കിപ്പോൾ 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് KSRTC തൊഴിലാളികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഇളമരം കരീമിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ബന്ദിന് സമാനമായ പണിമുടക്ക് തന്നെയാകും ഉണ്ടാകുക. കാരണം ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഞങ്ങളാണ്. അതുകൊണ്ട് തൊഴിലാളികളെല്ലാം ഏത് സാഹചര്യവും തൃണവൽക്കരിച്ചുകൊണ്ട് സമരത്തിലേക്ക് വരുമെന്ന് പറയുന്നു. ഒപ്പം ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ആ ഡയസ്ട്രോൺ കാരണം ഒരു ജീവനക്കാരനും ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കാതിരിക്കില്ല എന്നും പറയുന്നുണ്ട്. അതായത് ബന്ദിന് സമാനമായ പണിമുടക്കുണ്ടാകും. അത് സ്വയമേ എല്ലാവരും മനസ്സുകൊണ്ട് പങ്കെടുക്കുന്നതാണ്, ഐക്യദാർഢ്യം അറിയിക്കുന്നതാണെന്നാണ് എളമരം കരീം പറയുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങും എന്നുള്ളത് മന്ത്രിയുടെ ആഗ്രഹം മാത്രമാണെന്ന് പറയുന്നത്. ആകെ ഒഴിവാക്കുന്നത് ഇന്ന് രാത്രി സർവീസിന്, അതായത് 12 മണിക്ക് മുൻപ് സർവീസ് തുടങ്ങിയ ദീർഘദൂര സർവീസുകൾ മാത്രമേ തടയാതിരിക്കൂ എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത്. ആ ബസ്സുകൾ മാത്രമായിരിക്കും അനുവദിക്കുക എന്നാണ് ആദ്യഘട്ടം മുതൽ പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇളമരം കരീം ആവർത്തിക്കുന്നത്. അതായത് നാളെ KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങും എന്നുള്ളത് മന്ത്രിയുടെ ആഗ്രഹം മാത്രമാണ്. മന്ത്രിക്ക് നോട്ടീസ് ലഭിച്ചില്ല എന്ന കാര്യം മാത്രമാണ് ഇളമരം കരീം സംസാരിച്ചപ്പോൾ അതിൽ പ്രധാനമായി പരാമർശിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വകുപ്പിന് KSRTC ബസ്സിന് ഒരു ദിവസം പോലും സമരം ചെയ്ത് കളയാനില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. നാളെ നിരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്ന് 12 മണിക്ക് ശേഷം നമുക്കറിയാൻ കഴിയും.